നിയമം എവിടേക്ക് കൊണ്ടുപോകുന്നത്? ഒരു വലിയൊരു ഗർത്തത്തിലാണല്ലോ, അഗാധ ഗർത്തമുള്ള മെട്രോ. എവിടേക്കാണ്? 25 മിനിറ്റ് കൊണ്ട് നമ്മൾ വത്തിക്കാനിലെത്തും. ലൈൻ എയും ലൈൻ ബിയും. ഇവിടെ ലൈൻ എ ആൻഡ് ബി ഇത് കണ്ടില്ലേ, കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇത് വീണ്ടും നടന്നു വരുമ്പോൾ വീണ്ടും ഇറങ്ങണത് അടിയിൽ കൂടെ. ഇപ്പൊ കാസർഗോഡ് ടു കന്യാകുമാരി ട്രെയിനും അതൊരു ആഗ്രഹം പറഞ്ഞിട്ട് ആണ് നമ്മൾ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടാ. ഈ 7 യൂറോ ഉണ്ടെങ്കിൽ ഒരു 15 കിലോമീറ്റർ റേഡിയൻസിനകത്ത് എവിടെയും കറങ്ങാൻ പറഞ്ഞാൽ ഒരു ദിവസം എത്ര വേണമെങ്കിലും. ഓക്കെ, ഭൂമിക്കടിയിലുള്ള സൗകര്യങ്ങളും വളരെ വലുതാണ് കേട്ടോ. എന്ത് വലുതാന്നൊക്കെ, കൺജസ്റ്റഡ് ആയിട്ടൊന്നുമല്ല, ഭയങ്കര വലിയ ഇതുകളാണ് നിർമ്മിച്ചേക്കണത്, ടണലുകളാണ് നിർമ്മിച്ചേക്കണത്. അതുപോലെ ട്രെയിനുകൾ നോക്കിയാൽ ട്രെയിനുകളുടെ ഭംഗി മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ കണ്ട ട്രെയിനുകളെല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമാർന്ന ട്രെയിനുകളാണ്. യൂറോപ്പിൽ എല്ലായിടവും ഇത്തരത്തിലുള്ള പെയിന്റിങ്ങിനോട് വല്ലാത്ത താല്പര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇറ്റലിയിൽ കുറച്ച് അധികം ഉണ്ടെന്നല്ലേ. കണ്ട ലൈൻ എ ഇവിടെ കാണിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. എന്തായാലും ഈ ടണൽ എന്നെ ഭയങ്കര അത്ഭുതപ്പെട്ടിട്ടാണ്. ഭയങ്കര ഭൂമിയുടെ അടിയിലാണത്. അപ്പോൾ ഇത് എന്ന് നിർമ്മിച്ചതെന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം സൗകര്യങ്ങളാന്ന് നോക്കി. നമ്മൾ ഇത്ര നേരം നടന്ന ടാക്സികളും ഇതുകളൊക്കെ കണ്ട് അതിൻ്റെ അടിവശത്ത് കൂടിയാണ് നമ്മൾ പോണത്. താഴെ എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ വീണ്ടും അടിയിലേക്ക് പോകണല്ലോ, ഇത് വീണ്ടും ഇതേ താഴേക്ക് പോകണം. താഴെ ഇറങ്ങി വിശാലമായിട്ടുള്ള ലോകം വീണ്ടും താഴേക്ക്. ഇതെന്തായാലും കലക്കിയിട്ടാ സംഭവം. ഞാൻ പറഞ്ഞു, നമ്മൾ ഇതുപോലെ ഒരുപാട് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സൗകര്യങ്ങളാണ്, അതായത് നീളവും വീതിയൊക്കെ ഒരുപാടുണ്ട്. ഇതെന്തത്, ഇത് ലാസ്റ്റാണ്. ഇത് താഴേക്ക് പോകണ ഒരു പരിധിയില്ല, നമുക്ക് എന്തുമാത്രം താഴേക്കെന്ന് അറിയാത്തത്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഓരോ തട്ടുകൾ തിരിച്ചുള്ള ഒരു 5 നില താഴേക്ക് ഉണ്ടാവും. ഇപ്പോൾ എറണാകുളം സൗത്തിലോ നോർത്തിലോ നിൽക്കണം തീരുമാനിക്കുക. അതിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞാൽ 1 നില അടിയിൽ 2 നില 3 നില 4 നില, അത്രയും താഴ്ച. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 1 മുതൽ 5 നില വരെ നമുക്ക് താഴേക്ക് പോയി എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫീലാണ് ഇവിടെ കേട്ടോ. അമ്മയുടെ മരുന്നിൻ്റെ ഒക്കെ പരസ്യമുണ്ട്. പരസ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയുണ്ട്. വീണ്ടും നടന്നു ചെല്ലുമ്പോൾ വീണ്ടും മറ്റൊരിത്. ഓക്കെ, ഇവിടെ അത്രയല്ല, ഇവിടെ സാധാരണ ഒരു ശൈലി തന്നെയാണ് കേട്ടോ. ഇവിടെ ഇത്രയും സൈസാണ് സാധാരണ നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും മെട്രോയിൽ ഉണ്ടാവുന്നത്. കാരണം ട്രെയിൻ വരാനുള്ള ഏരിയ, ഇവിടെ നിൽക്കാനുള്ള ഏരിയ. പക്ഷേ ഇവിടെ മാത്രം ആ സൈസ് കാണുന്നുണ്ട്. ബാക്കി നമ്മൾ മുകളിലേക്കൊക്കെ കണ്ടത് അതിവിശാലമായിട്ടുള്ള സൗകര്യം. അങ്ങനെ ട്രെയിൻ വരുന്നത് നോക്കി ഞാനും നെയ്മൊക്കെ നിൽക്കേണ്ട. ഇവിടെ തന്നെ വരാം, ഓക്കെ, 1 മിനിറ്റ് വരാണ്. അതൊക്കെ അങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയുടെ അടിയിൽ വളരെ കംഫർട്ടബിളായിട്ട് ട്രെയിൻ നോക്കി നിൽക്കും. അങ്ങനെ 1 മിനിറ്റിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞിട്ടാണ്. ട്രെയിനിൽ നിറയെ അഴിച്ചും പൊടിക്കാനുള്ള നെയ്മ കഴുകാറില്ലേ നമ്മുടെ നാട്ടിലേത് പോലെ. പക്ഷേ സ്വിറ്റ്സർലൻഡിൽ ട്രെയിൻ ഉണ്ടല്ലോ, എന്നും കഴുകി വൃത്തിയാക്കും. 3 നേരം കഴുകാൻ പറ്റിയ 3 നേരം കഴുകുന്നു തോന്നുന്നുണ്ട്, അത്രയും വൃത്തിയാണ്. ട്രെയിൻ സെപ്പറേറ്റ് വരേണ്ടത് മെട്രോ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് ഇറ്റലിക്കാരെ കുറ്റം പറഞ്ഞു അങ്ങനെ പറയില്ല കേട്ടോ. ഒരു യാത്രക്കാരെന്നുള്ള നിനക്ക് കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് പറഞ്ഞു പോകണ്ടേ. ട്രെയിനിൻ്റെ അകത്തുനിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പുറത്തേക്ക് ഒരു കാഴ്ചകളും ഇല്ല, കാരണം ഫുൾ ടണലിലൂടെയാണ് പോകുന്നത്. ടൈബർ റിവറിന്റെ സൈഡിലാണ്. അപ്പോൾ ശ്വാസം വിടാനായിട്ടൊന്നും പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഒരു റിവറിൻ്റെ മുകളിലൂടെ നമ്മുടെ ട്രെയിൻ കടന്നു പോകുകയുണ്ടോ. അതിനുവേണ്ടി മാത്രം ഒന്ന് പുറത്തേക്ക് വരും, വീണ്ടും പോകുന്നുണ്ടല്ലോ ടണലിലേക്ക്. യെസ്, എന്തായാലും നല്ല കാഴ്ചകളാണ്. ചില്ലിലൊക്കെ അഴുക്കുള്ളതിൻ്റെ പേരിൽ പുറം കാഴ്ചകളൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിലെത്തിയിട്ടാ. സ്റ്റേഷൻ്റെ പേര് ഇതല്ലേ? ഓക്കെ, ഒറ്റാവിയാനോ സെന്റ് പീറ്ററോ. ഓക്കെ, നമ്മളത് ട്രെയിൻ നമ്മളെ വിട്ടിട്ട് പോയി കഴിഞ്ഞ്. യെസ്, പുറത്ത് വലിയ സ്റ്റേഷനാണ് കേട്ടോ. വലിയ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കയറി വന്ന പോലെ തന്നെയല്ല, ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സ്റ്റേഷനാണ്. നമ്മുടെ വത്തിക്കാൻ സിറ്റിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. യെസ്,
നമ്മുടെ നാട്ടിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? ബസിലിക്ക സെന്റ് പീറ്ററോ. യെസ്, നല്ല കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് നമ്മളിത് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. വത്തിക്കാൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. യെസ്, രക്ഷയില്ല കേട്ടോ. തികച്ചും ഇതുവരെ കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ തന്നെ. ഇതുവഴി വാഹനങ്ങളൊന്നുമില്ല, നടന്ന് തന്നെ നമുക്ക് കാഴ്ചകൾ കാണണം. ഇവിടെ എന്താ വെക്കണ്ടല്ലോ, കപ്പലണ്ടി കച്ചവടമാണോ ഇത്? വാൽനട്ടല്ല, ചെസ്നട്ട്. യെസ് യെസ്, ഇവിടെ നമ്മുടെ നാട്ടിൽ കപ്പലണ്ടി കച്ചവടം പോലെ ഇതെവിടെ നമുക്ക് ചെസ്നട്ട് കച്ചവടം ചെയ്യുന്നത് കാണാൻ. ഗ്രില്ല് ചെയ്തിട്ട് ചെസ്നട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ തായ്ലൻഡിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ചൈനക്കാരുടെയും യൂറോപ്യൻസിൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഗ്രില്ല് ചെയ്താണ് കഴിക്കുക. നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ കാഴ്ച. രക്ഷയില്ല, നല്ലൊരു ഫീലാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിപ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതി, ക്ലൈമറ്റ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മൊമെന്റിൽ. റോഡിന്റെ ഇരുവശങ്ങളിലും ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും സുവനീർസും ഒക്കെ വിൽക്കുന്ന നൂറുകണക്കിന് ഷോപ്പുകൾ രണ്ട് സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളൊക്കെ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജോളിബി ഫിലിപ്പീൻസിലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഷോപ്പ് കൂടെ കാണാനുണ്ട്. ഞാൻ വല്ലാത്ത ത്രില്ലിലാണ്. ഞാൻ കഴിഞ്ഞ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചപ്പോഴൊക്കെ ഇത്തരം ഈ കത്തോലിക്ക സഭയുടെ സ്കൂളുകളിലും മറ്റൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ തന്നെ. ഇവിടുത്തെ അതിൻ്റെ ആസ്ഥാനം നമ്മൾ ഇറ്റലിയിൽ വന്ന് വത്തിക്കാനെത്തുമ്പോൾ ഒരു സഞ്ചാരി എന്നുള്ള നിലയിൽ സഞ്ചാരിയുടെ ഭാഗമാണ് കേട്ടോ ഈ ചുമയൊക്കെ. അപ്പോൾ ഈ സഞ്ചാരി എന്ന നിലയിൽ ചെറിയ ഒരു രാജ്യം, ആ രാജ്യത്ത് വരാൻ സാധിക്കുക, അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്ത് വരാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. മുന്നോട്ടുള്ള കാഴ്ചകളും പുറകോട്ടുള്ള കാഴ്ചകളും എല്ലാം തന്നെ അതിമനോഹരമാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ടൂർ കമ്പനികളുടെയൊക്കെ ഗ്രൂപ്പ് ടൂറുകളും മറ്റൊക്കെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്ക് കറങ്ങാൻ വരുന്നവരും ഗ്രൂപ്പായിട്ട് വരുന്നവരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. വരുന്ന എല്ലാവരുടെ മുഖത്ത് ആശ്ചര്യവും സന്തോഷമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളല്ലേ, ഒന്നും പറയാനില്ല. നോക്കിയേ, ബിൽഡിങ്ങുകളുടെയൊക്കെ നിർമ്മാണ രീതികൾ നമ്മളെ കുറച്ചൊന്നല്ല അതിശയപ്പെടുത്തുന്നത്. ഒരു രക്ഷയില്ല, ഈ കാഴ്ചകൾ കാണാൻ തന്നെ മനസ്സിലായില്ലേ. ഇതൊരു ഫേമസ് ഫുട്ബോൾ ക്ലബിൻ്റെ കേട്ടോ ഈ കാണുന്നത്, കണ്ടില്ലേ? വരച്ചു വെച്ച പോലെയല്ലേ. ഈ വരച്ചു വെച്ച പോലെ എന്ന് പറയുമ്പോൾ വരച്ച ബിൽഡിംഗ് കാണണ്ടേ. അപ്പോൾ നമ്മൾ പറയും, ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും വരച്ചു വെച്ച പോലെയെന്ന്. എന്നാൽ ഈ ഇവിടെ വരച്ചു വെച്ച ബിൽഡിങ്ങുകളുണ്ട്, അത് കാണണ്ടേ? എൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇത് വരച്ചു വെച്ചത് അതെന്താന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവില്ലേ. തൊട്ടപ്പുറത്ത് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇപ്പുറത്ത് പണി നടക്കണത്. അപ്പോൾ ഇവിടെ പണി നടക്കുന്ന സമയത്ത് നഗരത്തിന്റെ ഭംഗി ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രിന്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അകത്ത് പണിയൊക്കെ നടക്കുന്നുണ്ടാവും. പണി കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ വരും. എന്താല്ലേ, അതാണ്. അപ്പോൾ വരച്ചു വെച്ച ബിൽഡിങ്ങും വരച്ചു വെച്ച പോലത്തെ ബിൽഡിങ്ങും കണ്ടുകൊണ്ട് നമുക്ക് മാർപ്പാപ്പയുടെ അടുത്തേക്ക് നടന്നു ചെല്ലാം. ഇതൊരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. പക്ഷെ അത് ഇതേ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ, വരച്ചു വെച്ചിരിക്കുകയാണ്. പണി കഴിയുമ്പോൾ ഇങ്ങനെ ആവും. തൊട്ടടുത്ത് കണ്ടില്ല ഒറിജിനൽ ബിൽഡിങ്. അപ്പോൾ പണി കഴിഞ്ഞ ബിൽഡിങ്ങും
പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ് അല്ലേ? എന്താ അല്ലേ ഇത് കണ്ട സ്കഫോൾഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ, അകത്ത് പണി നടക്കുകയാണത്. ചില സമയത്ത് അവിടെ LED വാള് വെച്ചിട്ട് പരസ്യങ്ങൾ ഇടാറുണ്ട്. ഇന്നലെ രാത്രി നൈമ അത് പറഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ പണി കഴിയുന്നവരെ ബിൽഡിങ്ങിന് വരുമാനമായി. സൈഡിൽ ധാരാളം ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. ആൾക്കാർ ഇത് ഫുഡൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാൽനടയായി കറങ്ങി നടക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലത്തെ ഒരു കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു പിക്ചറേ അല്ല ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. കാരണം നിർമ്മാണ രീതികൾ കണ്ടില്ലേ, എങ്ങനെ ക്യാമറ തിരിച്ചാലും എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഐഫോണിൽ. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടാ ഒന്നും പറയാനില്ല. എന്താ കാഴ്ചകളല്ലേ, അതാണ്. പക്ഷേ ഇത് നമ്മൾ വാർപ്പേപ്പർ എടുത്ത്. അപ്പോൾ ഇത് നമ്മൾ മുന്നോട്ട് നടന്നു വരുമ്പോഴിതാ വത്തിക്കാൻ്റെ കണ്ടില്ലേ, ആ താഴികക്കൂടൊക്കെ കാണുന്നില്ലേ? യെസ്, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ക്യാമറ എങ്ങനെ തിരിച്ചാലും ഒന്നും പറയാനില്ലാത്തൊരു വിഷയമുണ്ട്. അത് ജനങ്ങളിങ്ങനെ ഒഴുകുകയാണ് കേട്ടോ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നുള്ള സഞ്ചാരികളാണ് ഈ കാഴ്ചകൾ കാണാനായിട്ട് എത്തുന്നത്. കേൾവിയുള്ള ഒരു സ്ഥലത്തേക്ക് വന്ന് അത് കണ്ട് മനസ്സിലാക്കാൻ പോകുന്നു. അപ്പോൾ എന്തായാലും ഒരു കോഫി കുടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കേട്ടോ. ഒരു കോഫി ഷോപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കോഫി ഷോപ്പിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. തണുപ്പ് ഉള്ളതിനാൽ ഇതേ കണ്ടില്ലേ, ഇവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. ചൂട് കാഞ്ഞ് നമുക്ക് കോഫിയൊക്കെ കുടിച്ചിരിക്കാം കേട്ടോ. ചൂട് കായാന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ചൂടിൻ്റെ രീതിയാണ് കേട്ടോ കാണുന്നത്. യെസ്, അതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചൂട് അനുഭവപ്പെടും. അപ്പോൾ ചൂട് ആസ്വദിച്ച് കോഫിയൊക്കെ കുടിക്കാം. കാരണം പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ കുപ്പി മാത്രമല്ല കുപ്പി വലുതാക്കി ഉണ്ടാക്കിയെന്നിരിക്കാം. ഇത്രയും വലിയ വെളുത്തുള്ളി, യെസ്, മുളക് സംഭവങ്ങളൊക്കെ രസമാണ്. യെസ്, ഇതെന്താണ് ഭംഗിക്ക് വെച്ചതാണോ എല്ലാ ആചാരത്തിൻ്റെ ഭാഗമാണോ? അതുപോലെ തന്നെ ഇത് ബ്രെഡും സംഭവങ്ങളൊക്കെ വലുതാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു കോഫി എന്തായാലും കുടിച്ചിട്ടാവും ബാക്കി. യെസ്, ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇവിടെയും എന്താ പിസ്സ. ഇറ്റലി എന്ന് പറഞ്ഞാൽ പിസ്സയാണ് കേട്ടോ. പിസ്സകൾ നോക്കിയേ, യെസ്, പിസ്സ മാത്രം കേട്ടോ, ഡിഫറെൻറ്റ് ടൈപ്പ് സാൻഡ്വിച്ച്. നല്ല ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്കറിയാം. ഇത് വെജിറ്റബിൾ മാത്രം. ഇപ്പുറത്താണെങ്കിൽ ഇതാ ഓംലേറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അതുപോലെ തന്നെ ടർക്കി, എന്തൊക്കെ സംഭവങ്ങളല്ലേ. അതുപോലെ തന്നെ സ്വീറ്റ്സും കണ്ടില്ലേ. ബോൺജർണോ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്നാണെന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ചില പ്രധാന വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞേ. ചാവോ ചാവോ എന്ന് പറഞ്ഞാല് ഹലോ ബൈക്ക് രണ്ടിനും ചാവോ. അല്ല, ഹലോക്കും ബൈക്കും ചാവോ. ആദ്യം വരുമ്പോ ചാവോ എന്ന് പറയും. പിന്നെ ഗുഡ് മോർണിംഗ്, ബോണസ് തരാന്ന് പറയും. വിശക്കുന്നതിന് എന്ത് പറയും? എന്തോ ഫാമേ. പക്ഷെ എനിക്ക് ആദ്യത്തെ മാത്രം ഇഷ്ടമല്ല. കാണുമ്പോൾ തന്നെ പോയി ചാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവോ എന്ന് പറഞ്ഞിട്ട് ഇത് വെൽക്കം ചെയ്യണതാണ്. നമ്മളെ നാട്ടില് നമ്മള് പറയും, എടാ നീ ഇത്ര നാട്ട് ചത്തില്ലടാ അത് വെക്കുന്ന പോലെ കേട്ടോ. എൻ്റെ അടുത്ത് ഇടക്കിട്ട് പറയും, മൂത്ത ആളാണ്ട് എനിക്ക് ഉത്തരവാദിത്വം കൂടുതല എന്നുള്ളത്. എന്നെ ബോധിപ്പിക്കണമെന്നാണ്, അത് ഉത്തരവാദിത്വം ഉള്ളവരാണെന്ന്. നല്ല പയ്യനാണ് കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞിട്ട് കാന്ന് വീട്ടിക്കഴിഞ്ഞ് വാപ്പ ഓടിച്ചിട്ട് തല്ലും. വന്ന കണക്ക് വീഡിയോ ഒന്ന് സാധാരണ നമ്മൾ ഇവിടെ എത്തുന്നവരോട് നമ്മൾ ചോദിക്കും വന്ന കടം വീഡിയോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങോട്ടൊരാൾ എത്തിക്കാന്ന് പറഞ്ഞാൽ ഭീമമായിട്ടുള്ള തുക മേടിച്ചിട്ടാണ് എത്തിക്കണത്. അത് മാത്രം അതിനോട് മാത്രം നമുക്കൊരു യോജിപ്പില്ല. അതുപോലെ ജീവിക്കാൻ വകയില്ലാണ്ട് വരുമ്പോൾ നമ്മൾ വിദേശത്തേക്ക് ജോലിക്കൊക്കെ പോകണത്. ആ പോകുന്ന ആളിൽ നിന്ന് മാക്സിമം 8 ലക്ഷം 10 ലക്ഷം 7 ലക്ഷം എന്നൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ ഒക്കെ വിറ്റ് പണയം വെച്ച് വന്ന് ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെല്ലുവിളികളെ അതിജീവിച്ച് തണുപ്പത്ത് ഇവിടെ വന്നിട്ട് ഓരോ വീടുകളിലും മറ്റൊക്കെ എത്രമാത്രം കഷ്ടപ്പെടുന്നത്. അതിന് മാത്രം സങ്കടമുണ്ട്. സ്കോളർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല. സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാമെന്ന് പറഞ്ഞു. യെസ്, ഈ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പൈസ ചിലവ് ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ
ഗവൺമെൻറ് ഇത് ചെയ്യും. നമ്മളിൽ അത്തരത്തിലുള്ള ഒരുപാട് ഇതുകളുണ്ട് കേട്ടോ. പ്രധാനമായിട്ട് ഇറ്റലിയിലല്ല ചൈനയിലേക്കൊക്കെയാണ് കേട്ടോ ഫുൾ സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചൈന മാത്രമല്ല അൽബേനിയ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ലണ്ടനിൽ പഠിക്കണോ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ റോയൽ സ്കൈ ഹോളിഡേയ്സ് മാത്രമല്ല റോയൽ സ്കൈയുടെ സ്റ്റഡി അബ്രോഡും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളോ നിങ്ങളുടെ അറിവിലാരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ സ്കോളർഷിപ്പോട് കൂടിയാണെങ്കിലും അങ്ങനെ അല്ലാണ്ടാണെങ്കിൽ അങ്ങനെ ഏത് പ്രോഗ്രാംസും ഇപ്പം എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറൊന്നും തന്നെ വേണമെന്നില്ല. അതർ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ അൽബേനിയയിലൊക്കെ തന്നെ പഠിക്കണമെങ്കിൽ ഇപ്പോൾ +2 കൊമേഴ്സ് എടുത്തവർക്ക് പോലും നമുക്ക് നഴ്സിങ്ങും ഫിസിയോതെറാപ്പിയും ഇതൊക്കെ പഠിപ്പിക്കാം. വത്തിക്കാനി വന്നിരുന്നിട്ട് കച്ചവടം പിടിക്കണമെന്ന് വിചാരിക്കില്ല കേട്ടോ. കാപ്പി കുടിക്കണ നേരത്ത് പറഞ്ഞ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ കാപ്പി കുടിച്ച് വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുന്നു. ഇനി നമുക്ക് വത്തിക്കാൻ്റെ കാഴ്ചകളിലേക്ക്. അങ്ങനെ നമ്മൾ നടന്ന് വത്തിക്കാൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടോ. കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധന കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൊന്നും ഉരിച്ച് നോക്കില്ല. കയ്യിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാവരും ഇട്ട് സ്ക്രീൻ ചെയ്തിട്ട് ശേഷം മെറ്റൽ ഡിറ്റക്ടർ കൂടി അകത്തേക്ക് കടത്തി വിടും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വത്തിക്കാൻ സിറ്റിയിലാണ്. വത്തിക്കാൻ സിറ്റിയുടെ ക്യാമറ തിരിക്കുമ്പോഴുള്ള കാഴ്ചകൾ നോക്കിയേ. യെസ്, ഈ കാഴ്ച കാണാനാണ് ലോകം മൊത്തം ഒഴുകിയെത്തുന്നത്. ഈ കാഴ്ചയും പോപ്പിനെയും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പോപ്പിനെ കാണാൻ ഇവിടെ വരുമ്പോൾ എല്ലാ ദിവസവും പോപ്പ് അങ്ങനെ അവൈലബിൾ അല്ല. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക്